സംഗതി അടിപൊളിയായിരുന്നു. അടിപൊളി. ഇത് ഈ സംഭവം എന്താണെന്ന് വല്ല പിടുത്തം കിട്ടിയോ? ഒരു സമരമാണ്. വയനാട് ടൗൺഷിപ്പിൽ നിന്നാണ് ഈ സമരം സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. സമരം നടത്തുന്നതാട്ടെ DYFI. ഇത് അവിടേക്ക് എത്തുമ്പോഴത്തിന് ആളുകൾ നന്നായിട്ട് വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. കഴിഞ്ഞ ദിവസമാണ് ഈ ടൗൺഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ബന്ധവുമില്ലാത്ത, ഒരു തരത്തിൽ പോലും ഒരു അവകാശവാദം പോലും ഉന്നയിക്കാൻ അർഹതയില്ലാത്ത OJ ജനീഷുമാരെ പോലെയുള്ള, നമ്മുടെ മണപ്പള്ളി പൗരത്തിന്റെ ഒക്കെ സ്വഭാവം കാണിക്കുന്ന OJ ജനീഷുമാരെ പോലുള്ള ആളുകൾ നമ്മുടെ വയനാട് ടൗൺഷിപ്പിലേക്ക് കയറി വന്നത് എന്തിനെന്നറിയാവോ? നമ്മുടെ ഗവൺമെന്റ് നിർമ്മിച്ചു കൊടുക്കുന്ന വീടുകൾക്ക് ചോർച്ചയുണ്ട്, വലിയ വിള്ളലുണ്ട് എന്ന് അത്ഭുതകരമായി കണ്ടെത്തിയിരിക്കുന്നു. എന്റെ ചാനലിൽ തന്നെ എൻ്റെ ഒരു സുഹൃത്ത് എനിക്ക് കമന്റ് അടിച്ചത് ഇങ്ങനെയാണ്: ഒരു ക്യാമറ പോലും വിള്ളലുകളിലേക്ക് സൂം ചെയ്തിട്ടില്ല എന്നാണ്. നിങ്ങൾ ആരെങ്കിലും ആ വയനാട് വീടിലെ വിള്ളലുകളിലേക്ക് സൂം ചെയ്ത ഒരു ക്യാമറ ഷോട്ടെങ്കിലും കണ്ടിട്ടുണ്ടോ? അങ്ങനെ സൂം ചെയ്യപ്പെടാതിരിക്കാൻ മാത്രം വളരെ മോശപ്പെട്ട ക്യാമറയാണോ ഇപ്പോഴൊക്കെ നമ്മുടെ മാധ്യമപ്രവർത്തകരുടെ കയ്യിലുള്ളത്? അല്ല എന്ന് നമുക്കറിയാം. എന്നിട്ടും ഒരു ക്യാമറ പോലും അവിടേക്ക് സൂം ചെയ്യാത്തത് എന്തുകൊണ്ടായിരിക്കാം എന്ന് വെച്ച് കഴിഞ്ഞാൽ, യാഥാർത്ഥ്യം, സത്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കള്ളത്തരം എന്താണെന്ന് നാട്ടുകാർ മനസ്സിലാക്കും. ഏത് കള്ളത്തരം? ഈ ചാനലുകളും പ്രതിപക്ഷവും OJ ജനീഷുമാരും കോൺഗ്രസും മുന്നോട്ട് വയ്ക്കുന്ന കള്ളത്തരം എന്താണെന്ന് ആളുകൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. അതുകൊണ്ട് തന്നെ ഒരു മാധ്യമം പോലും അതിലേക്ക് സൂം ചെയ്തിട്ടില്ല എന്നതാണ് ഒരു യാഥാർത്ഥ്യം. എന്റെ സുഹൃത്തുക്കളെ, അങ്ങനെ കഴിഞ്ഞ ദിവസം ഇവര് കയറി വന്ന രീതികളൊക്കെ നിങ്ങളൊന്ന് കാണണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. ദാ ഇങ്ങനെയായിരുന്നു. എന്താണ് ആ വരവ്? വീടിന്റെ ഉടമസ്ഥനാണ് ഈ കാണിച്ചു കൊടുക്കുന്നതല്ല. ഒരു സംശയം വേണ്ട, ഉടമസ്ഥന് അതിനുള്ള അവകാശമുണ്ട്. 100% അവകാശമുണ്ട്. തനിക്ക് കിട്ടാൻ പോകുന്ന വീടിന് ചോർച്ചയുണ്ടെന്ന്, ഓട്ടയുണ്ടെന്നൊക്കെ പറയാനുള്ള അവകാശം തീർച്ചയായിട്ടും ഇദ്ദേഹത്തിനുണ്ട്. പക്ഷേ ഇദ്ദേഹത്തിന് കാര്യം അറിയില്ലായിരുന്നു. അങ്ങനത്തെ ചോർച്ചയുണ്ട് എന്നുള്ള കാര്യം വ്യക്തമായിട്ട് ഇദ്ദേഹത്തിന് മുമ്പ് അറിയാവുന്ന ഒരു ആളുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇതിന്റെ കമ്പനി തന്നെയാണ്. കമ്പനിക്ക് തന്നെ അറിയാം ആ വീടിന് ഒരു ചെറിയ ക്രാക്ക് സംഭവിച്ചിട്ടുണ്ട്. ഇനി അത് എന്തുകൊണ്ട് സംഭവിക്കുന്നു, എങ്ങനെ സംഭവിക്കുന്നു? 48 മണിക്കൂറാണത്രേ വീടൊക്കെ അവർക്ക് കൊടുക്കുന്നതിന് മുമ്പായിട്ട്. വീട് പണി ഇപ്പോഴും തീർന്നിട്ടില്ല. അതിന്റെ മുകളിൽ വെള്ളം നിറച്ചു വെക്കും. ആ വെള്ളം നിറച്ചു വെച്ചിട്ട് 48 മണിക്കൂർ നിറച്ചു വെച്ച് കഴിഞ്ഞാൽ എവിടെയെങ്കിലും വിള്ളലുകളുണ്ടോ, എവിടെയെങ്കിലും ചോർച്ചയുണ്ടോ, എവിടെയെങ്കിലും കിനിവുകളുണ്ടോ എന്നറിയും. ഉണ്ടെങ്കിൽ അത് ഏത് ഭാഗത്തെന്ന് മാർക്ക് ചെയ്തിടും. ഏത് ഭാഗത്താണ് ഉള്ളതെന്ന് അത് മാർക്ക് ചെയ്തിടും. ആ ഭാഗത്തേക്ക് ചെറിയ ഡ്രില്ല് കൊണ്ട് ചെറിയ തുളകൾ ഉണ്ടാക്കി അതിനുള്ളിലേക്ക് ചില പേസ്റ്റുകളും മറ്റൊക്കെ ഇട്ട് വീണ്ടും അതിനെ ഒരു പ്ലാസ്റ്ററിങ് കൂടി നടത്തും. അങ്ങനെ 2 or 3 പ്ലാസ്റ്ററിങ് കൂടി നടത്താനുണ്ട് ആ വീടിന് എന്നുള്ള യാഥാർത്ഥ്യം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ പാവം വീട്ടുടമസ്ഥന് അറിയില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ OJ ജനീഷ് ഈ മന്ത്രി പോയതിനു ശേഷം വന്നപ്പോൾ OJ ജനീഷിനൊപ്പം വന്നിട്ട് ഇയാളെ നന്നായിട്ട് സംഗതി അങ്ങോട്ട് പൊലിപ്പിച്ചു. അതിഗംഭീരമായിട്ടാണ് പൊലിപ്പിച്ചത്. അതിനിടയ്ക്ക് നമ്മുടെ മന്ത്രി രാജ മിനിസ്റ്ററെ, അദ്ദേഹത്തെ വെറും ഒരു എന്താ പറയുക, കൽപ്പണിക്കാരെന്നൊക്കെ വിളിക്കുക, സിമെന്റ് പണിക്കാരെന്നൊക്കെ വിളിക്കുക, കൂലിപ്പണിക്കാരെന്നൊക്കെ വിളിക്കുക, പിന്നെ എന്താ കിളി പോയി എന്നൊക്കെ പറയുക എന്നീ പറഞ്ഞ വാക്കുകളൊക്കെ പലരും പറഞ്ഞു. ഇതിനൊപ്പം ഇദ്ദേഹവും പറഞ്ഞു. ഇങ്ങനെയായിരുന്നു അത്. ചോദ്യം, അതായത് നേരത്തെ റവന്യൂ വകുപ്പ് മന്ത്രി വന്നു, വീടിനകത്ത് കയറി പെൻസിൽ കൊണ്ട് മായ്ച്ചു. നൗഫൽ എന്താ തോന്നിയത്? എനിക്ക് തോന്നിയത് എന്തോ ഒരു കിളി പോയ സത്യം പറയാ. കാരണം ഈ കിളി പോയി എന്നാണ് നൗഫല് നമ്മുടെ മന്ത്രിയെ കുറിച്ച് പറഞ്ഞത്. ആ മാർക്കിംഗ് ആണ് മായ്ച്ചടഞ്ഞത്. അതിനിടയിൽ ഒരു ചെറിയ വിള്ളലുള്ളത് മന്ത്രി കണ്ടില്ല, അല്ലെങ്കിൽ അതിലേക്ക് ശ്രദ്ധിച്ചിട്ടില്ല എന്നാണ് ഇദ്ദേഹം പറയാൻ ശ്രമിക്കുന്നത്. ശരിയാണ്, ആ വിള്ളല് മുകളിൽ പോയിട്ട് മന്ത്രി കാണുകയും അത് വീണ്ടും പ്ലാസ്റ്ററിങ് നടത്താനുള്ളതാണല്ലോ, അത് ഇന്ന പരീക്ഷണത്തിന് വേണ്ടിയിട്ടാണല്ലോ അത് ചെയ്തതെന്ന് മന്ത്രിക്ക് ബോധ്യപ്പെടുകയും ചെയ്തു. വേണമെങ്കിൽ നമുക്ക് 24-ന്റെ ആ ഒരു വാർത്ത ഒന്ന് കേൾക്കാം. വയനാട് ടൗൺഷിപ്പിലെ വിള്ളലുണ്ടെന്ന ആരോപണം ഉയർന്ന വീട്ടിന്റെ ടെറസിൽ വെള്ളം കെട്ടി നിർത്താൻ ഉണ്ടാക്കിയ സംവിധാനം പൊളിച്ചു മാറ്റി.
വിള്ളലുണ്ടോ എന്ന് പരിശോധിക്കാനാണ് വെള്ളം കെട്ടി നിർത്താൻ സംവിധാനം ഒരുക്കിയത്. ഞാനിപ്പോൾ ഉള്ളത് സർക്കാർ ടൗൺഷിപ്പിൽ വിള്ളൽ കണ്ടെത്തിയ 8-ാം നമ്പർ വീട്ടിലാണ്. നൗഫലിന്റെ വീട്ടിലാണ്. അതിന്റെ ടെറസിലാണ്. താഴെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിന്റെ താക്കോലൊന്നും വീട്ടുടമസ്ഥന്റെ കയ്യിലില്ല. ഇവിടെ നിർമ്മാണ തൊഴിലാളികൾ അവർക്ക് ഏൽപ്പിച്ച ആ പണിയൊക്കെ കൃത്യമായി തന്നെ ചെയ്യുകയാണ്. ഇപ്പൊ നമ്മൾ ഈ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഇപ്പോൾ ഇതിന് നേരത്തെ തന്നെ പോണ്ടിംഗ് ടെസ്റ്റ് നടത്താനായിട്ടൊരു സംവിധാനം ഒരുക്കിയിട്ടുണ്ടായിരുന്നു. അതായത് ആദ്യം ഇവിടെ വെള്ളം കെട്ടി നിർത്തിയ ശേഷം ആ പോണ്ടിംഗ് ടെസ്റ്റ് നടത്തി വെള്ളം കിരിഞ്ഞിറങ്ങും പരിശോധിക്കുന്ന ഒരു പരിശോധന ആദ്യം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് ഇവിടെ വെള്ളം ഇറങ്ങിയിട്ടുണ്ട്, അങ്ങനെ ഒരു വിള്ളലുണ്ട് എന്നുള്ളത് മനസ്സിലായത്. ഇത്രയും കണ്ടില്ലേ, അവിടെ അതിന് പോണ്ടിംഗ് ടെസ്റ്റ് എന്നാ പറയുന്നത്, വെള്ളം കെട്ടി നിർത്തുക. അപ്പോഴാണ് വീടിനെ വല്ലയിടത്തും വിള്ളലോ മറ്റോ ഉണ്ടോ എന്ന് മനസ്സിലാക്കുക. അങ്ങനെ വെള്ളം കിഴിഞ്ഞിറങ്ങുന്ന ഭാഗത്ത് വീണ്ടും അവർ പ്ലാസ്റ്ററിങ് നടത്തുകയും ചെയ്യുമെന്നുള്ളതാണ്. അതിനു മുമ്പേക്കും ഇതിനെ ഇവർ അങ്ങോട്ട് പ്രചരിപ്പിച്ചു, ഇതാ ചോർച്ച ഉണ്ടാകുന്നേ എന്ന് പറഞ്ഞ് പ്രചരിപ്പിച്ചു. ഇതിന്റെ പ്രാഥമികമായിട്ടുള്ള നടപടിക്രമങ്ങളാണെന്നും ഇതിനൊക്കെ ശേഷം അതിന് വീണ്ടും പ്ലാസ്റ്ററിങ് നടത്തി ആ ഓട്ടയെല്ലാം കൃത്യമായിട്ട് അടച്ചതിന് ശേഷം മാത്രമേ ഇത് ഉടമസ്ഥർക്ക് ഈ വീട് നൽകുകയുള്ളൂ എന്നുള്ള യാഥാർത്ഥ്യം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഉടമസ്ഥനൊന്നും അറിയില്ലായിരുന്നു. ആ പാവ മനുഷ്യൻ അറിയില്ലായിരുന്നു. അപ്പോഴാണ് മണപ്പള്ളി പവിത്രനെ പോലെ സഹായിക്കാൻ വേണ്ടിയിട്ട് ജനീഷുമാരൊക്കെ വരുന്നത്. ജനീഷുമാർ വന്നു കഴിഞ്ഞാൽ മണപ്പള്ളി പവിത്രന്റെ ഒപ്പം ഇദ്ദേഹം പോയി നിൽക്കുകയും ചെയ്യും. കാരണം ഈ വീട്ടുടമസ്ഥൻ ഒരു കോൺഗ്രസ്സുകാരനാണ്, ഒരു കോൺഗ്രസ് പ്രവർത്തകനാണ്. സ്വാഭാവികമായിട്ടും ജനീഷ് വന്നിട്ട് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഒപ്പം നിന്നല്ലേ ഒക്കൂ, നിന്നു. അവിടെയാണ് പ്രശ്നങ്ങളെല്ലാം ഉണ്ടായത്. ഈ ഒരു ഭാഗത്താണ് കൃത്യമായി വിള്ളലുള്ളത്. ഈ വിള്ളൽ നമുക്ക് കൃത്യമായി തന്നെ കാണാൻ പറ്റും. അതുകൊണ്ടാണ് ഇപ്പോൾ അതിന് വേണ്ട കൂടുതൽ ട്രീറ്റ്മെന്റ് അടക്കമുള്ളത് ചെയ്തിട്ടുള്ളത്. അതിനുശേഷം വീണ്ടും ഈ ഒരു പോണ്ടിംഗ് ടെസ്റ്റ് ഇവിടെ നടത്തിയിട്ടുള്ളത് എന്നുള്ളതാണ്. കാരണം ഇതിന് ചുറ്റും സിമെന്റ് കൊണ്ടൊരു ഒരു സംവിധാനം ഉണ്ടാക്കി അതിൽ വീണ്ടും വെള്ളം നിറച്ച് ആ പരിശോധന അടക്കം കഴിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് ഇപ്പോൾ അത് പിന്നെയും അത് പൊളിച്ചു മാറ്റി ഇനിയിപ്പോൾ വീണ്ടും ഇവിടെ ഈ ഒരു എപ്പോക്സി ട്രീറ്റ്മെന്റ് നടത്താൻ പോവുകയാണെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അതിനായി ഈ അടിക്കാനായിട്ട് ഇവിടെ സംവിധാനങ്ങൾ അടക്കം അതിനുവേണ്ട ആ ഒരു ആക്രിലിക് അടക്കം കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഇങ്ങോട്ട് നോക്കിയാൽ കാണാം. നമുക്കിപ്പോൾ ഇതിപ്പോൾ 8-ാം നമ്പർ വീട്ടിലെയാണ്. കഴിഞ്ഞ ദിവസം നൗഫൽ അടക്കം കൃത്യം നോക്കൂ, അത് പരിപൂർണമായിട്ടും എല്ലാ ചോർച്ചയും അടച്ച് ആ വീടിന് മുകളില് വൈദ്യുതി ഉപയോഗത്തിന് വേണ്ടിയിട്ടുള്ള സോളാർ പാനലുകൾ സ്ഥാപിച്ച് ചോർച്ച എന്ന് പറയുന്ന പരിപാടി ഒരു കാരണവശാൽ ഉണ്ടാകുമെന്നല്ല, മാത്രമല്ല ഇനിയും ഇങ്ങനത്തെ വല്ല എന്തെങ്കിലും അപകടം വരുമ്പോൾ അതിലൊന്നും തകരാത്ത രീതിയിൽ ആ വീട് കൈമാറുമെന്നാണ്, ഒരു ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ കൈമാറുമെന്നാണ് നമ്മുടെ മുഖ്യമന്ത്രി പറഞ്ഞിട്ടുള്ളത്. ഏറ്റവും വില കൂടിയ ചോർച്ച അടയ്ക്കാനുള്ള വലിയ കെമിക്കലുകൾ അടക്കം അവിടെ എത്തിയിട്ടുണ്ട്. അങ്ങനെയാണ് ആ വീട് നൽകുന്നത്. ഇതൊരു നോർമൽ പ്രൊസീജിയറാണ്. ആ ഒരു നോർമൽ പ്രൊസീജിയറിലൂടെ ആ വീട് പണി മുന്നോട്ട് പോകുന്ന പോലും തടയാൻ ശ്രമിക്കുകയാണ് ജനീഷുമാരെ പോലുള്ള കോൺഗ്രസ്സുകാര്. നാണമില്ലേ, അല്ലെങ്കിൽ ലജ്ജയില്ലേ, ഉളുപ്പില്ലേ എന്നുള്ള വാക്കുകളൊക്കെയാണ് ഇവരോട് എനിക്ക് ചോദിക്കാൻ തോന്നുന്നത്. കാരണം ഇവരുണ്ടാക്കി കൊടുക്കുന്ന വീട്, കോൺഗ്രസ്സുകാർ ഉണ്ടാക്കി കൊടുക്കുന്ന വീട്ടിലേക്കാണ് ഇങ്ങനത്തെ ചോർച്ച ഉണ്ടാവുകയും അത് അന്വേഷിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പോലീസുകാരെ പോലെയൊക്കെ ഇദ്ദേഹം കടന്നു വരികയും ചെയ്യുകയാണെങ്കിൽ നമുക്കതിനെ കൈയടിക്കാം, അഭിനന്ദിക്കാം, തീർച്ചയായിട്ടും അഭിനന്ദിക്കണം. അതല്ലെന്നേ, അവർക്ക് ഒരു അവകാശവും ഇല്ലാത്ത സ്ഥലത്തേക്ക് വന്നിട്ടാണ് ഇമ്മാതിരി തെണ്ടിത്തരങ്ങൾ വിളിച്ചു പറയുന്നത്. കേട്ടോക്കി. എനിക്ക് മനസ്സിലാകാതെ പോയത് കേരാതിന് എന്ത് പറ്റിയെന്നുള്ളതാണ്. നമ്മൾ കണക്കാക്കിയിരുന്ന അദ്ദേഹം വലിയ കുഴപ്പമില്ലാത്ത, വലിയ തകരാറില്ലാത്തൊരു മന്ത്രി എന്നാണ് കണക്കാക്കിയിരുന്നത്. പക്ഷെ ഇന്ന് അദ്ദേഹം രാവിലെ ഇവിടെ വന്ന് പിന്നെ പെട്ടെന്ന് ഡെസ്കിൽ കയറി ഇന്ന് ഒരു കടലാസെടുത്ത്, എനിക്ക് തോന്നുന്നു സാൻഡ് പേപ്പറാണോ എടുത്തിട്ട് പിന്നെ മാച്ചിട്ട് എനിക്ക് വിശ്വാസമായി ഇത് വിള്ളലല്ല എന്ന് പറഞ്ഞു. വിള്ളൽ അതിന്റെ നടുക്ക, അദ്ദേഹത്തിന്റെ കണ്ണടയുടെ ഗ്ലാസിന്റെ പവർ ഒന്ന് മാറ്റണം. വിള്ളൽ അതിന്റെ നടുക്കാണ്. അപ്പുറം ഇപ്പുറം വരച്ചത്, പേനയ്ക്ക് വരച്ചത്. ആ വിള്ളൽ മാർക്ക് എന്തായാലും ആ വിള്ളൽ ഉണ്ടെന്നും അതെങ്ങനെയാണ് മാറ്റാൻ പോകുന്നെന്നും ഇത് വീടുകൾക്ക് ഉണ്ടെങ്കിൽ എന്തൊക്കെ പ്രൊസീജിയറാണ് അവർ ചെയ്യുക എന്നൊക്കെ കൃത്യമായിട്ട് നമുക്ക് അറിയാം. അതിലൂടെ പോവാനൊന്നും സമ്മതിക്കൂ എൻ്റെ പ്രിയപ്പെട്ട ജനീഷുമാരെ, നിങ്ങളൊക്കെ ഒന്ന് സമ്മതിക്കൂ. അറ്റ്ലീസ്റ്റ് നിങ്ങൾക്കൊരു അല്പമെങ്കിലും നാണത്തിന്റെ അംശമുണ്ടെങ്കിൽ നിങ്ങൾ പ്രഖ്യാപിച്ച വീട് പണി നടത്തുകയും അതിൽ ഇങ്ങനത്തെ വല്ല പ്രശ്നം ഉണ്ടെങ്കിൽ പോയിട്ട് ആധികാരികമായിട്ട് പോയിട്ട് ഇത് മര്യാദയ്ക്ക് ഇതെല്ലാം റെക്ടിഫൈ ചെയ്തോളൂ എന്നൊക്കെ പറയുകയും ചെയ്യുമ്പോൾ അതിലൊരു അഭിമാനമുണ്ട്, അതിലൊരു അന്തസ്സുണ്ട്. ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ കോൺഗ്രസ് ചെയ്യുന്നത് അന്തസ്സില്ലാത്ത പരിപാടിയാണെന്ന് ഞാൻ മാത്രമല്ല പറയുന്നത്, ഇവരും പറയുന്നുണ്ട്. ഒരു നാണവുമില്ലാതെ ഡിവൈഎഫ്ഐ പിരിച്ച പണത്തിന്റെ ഇൻട്രസ്റ്റ് എന്താ അവര് ചെയ്തത്? പോലോട് എന്താ പറയണ്ടേ? ഉളുപ്പുണ്ടോ ചങ്ങായിമാരെ എന്നല്ലേ ചോദിക്കണ്ടേ? നാണുണ്ടോ എന്ന് ചോദിക്കണ്ടേ? ഞങ്ങളുടെ ഇൻട്രസ്റ്റിന്റെ അത്ര പോലും
പിരിക്കാൻ പറ്റാത്ത മൂത്ത കോൺഗ്രസും യൂത്ത് കോൺഗ്രസും ഒരു ഉളുപ്പും മാനവും ഇല്ലാതെ ഈ ദുരന്ത ബാധിതർക്ക് നിർമ്മിച്ചു കൊടുക്കുന്ന വീടിന്റെ ഏതോ കിരിഞ്ഞിറങ്ങുന്ന ഭാഗം ഉണ്ടെന്നും പറഞ്ഞിട്ട് പരിഹസിച്ച് പുച്ഛിച്ച് ഈ സംവിധാനത്തെ ആകെ ആക്ഷേപിക്കാൻ വരുമ്പോ അവരൊക്കെ എന്താ പറയാ? സത്യം പറഞ്ഞാൽ വലിയ ഒരു പ്രയാസമാണ് ഈ ഘട്ടത്തിൽ നമുക്കൊക്കെ ഉണ്ടാകുന്നത്. ഇങ്ങനെ ഒരു ഭാഗത്ത് കള്ളത്തരം ചെയ്ത് ഫുൾ കൊള്ള നടത്തി, തട്ടിപ്പ് നടത്തി, ഈ ദുരന്ത ബാധിതരുടെ നമ്മൾ നേരത്തെ ഉപയോഗിച്ച പദങ്ങളുണ്ട്, ശവം തൂക്കിക്കിടുന്നത്, അത് അന്വർത്ഥമാക്കുന്ന തരത്തിൽ. സത്യം, തീർച്ചയായിട്ടും ശവം തൂക്കികളെന്ന് തന്നെ എന്നൊക്കെ പറയേണ്ടി വരും. ഞാൻ മുന്നേ പറഞ്ഞതിന് അതിന്റെ കാരണം, ഇവരുണ്ടാക്കി കൊടുത്ത വീട്ടിലേക്കാണോ ഇവർ വന്നിട്ട് ഇമാതിരി കോലാഹലങ്ങൾ കാട്ടുന്നതെങ്കിൽ അതിലൊരു രസമുണ്ട്. ഞങ്ങൾ നിർമ്മിച്ചു കൊടുക്കുന്ന വീടുകളിൽ എന്തെങ്കിലും തെറ്റുകുറ്റം കൊണ്ടെങ്കിൽ ഞങ്ങൾ അതൊക്കെ റെക്ടിഫൈ ചെയ്തിട്ടേ കൊടുക്കൂ. അതൊരു അഭിമാന ബോധമുണ്ട്. ഇതതില്ല. ആരാന്റെ വീട്ടിൽ കയറിയിട്ട്, ആരാൻ പൈസ കൊടുത്ത് ഉണ്ടാക്കുന്ന വീട്ടിൽ കയറിയിട്ട് ഇവന്മാർ വലിയ ആളാവുന്നു. ഇതിനെ പറയുക, ബഷീറിന്റെ ഒരു കഥാപാത്രമുണ്ട്, വൈക്കമുത്ത് ബഷീറിന്റെ. വഴി കൂടെ പോകുന്ന ആൾക്കാരൊക്കെ ഗർഭമൊക്കെ അത് ഞാനെന്നൊക്കെ പറഞ്ഞു കളയും. അതിൻ്റെ ആള് ഞമ്മളാ. ആ 8 കാലി മമ്പുഞ്ഞ്, ആ 8 കാലി മമ്പുഞ്ഞിന്റെ പണി എടുക്കണം. സത്യം പറഞ്ഞാൽ ഇപ്പോൾ OJ ജനീഷിനെ പോലുള്ള കോൺഗ്രസ്സുകാരെന്നാണ് എനിക്ക് തോന്നിപ്പോകുന്നത്. വളരെയധികം പുച്ഛം മാത്രമാണ് ഇപ്പോൾ എനിക്കടക്കമുള്ള. ഞാൻ അവരൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും. പക്ഷെ ഇത് വളരെ മോശമായി പോയി. എന്തായാലും DYF ഒരു കാര്യം ഉറപ്പിച്ചിട്ടുണ്ട്, നിങ്ങൾ ഞങ്ങളെ സ്ഥലത്ത് കയറിയിട്ട് മേയുകയാണെങ്കിൽ നിങ്ങളെ സ്ഥലത്ത് കയറി ഞങ്ങളും മേയും. DYF പുറപ്പെട്ടിട്ടുണ്ട് നിങ്ങളെ സ്ഥലത്തേക്ക്. ഇനി അവിടെ കാണാം. ബൈ.